വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ണുകൾ എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എഫ്, 2B, 8B, 16B എന്നീ 4 തരം പെൻസിലുകളാണ്. സെയിം പെൻസിലുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. കൂടുതൽ ബ്ലാക്ക് കിട്ടുന്ന പെൻസിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരു ലൈറ്റ് കളർ പെൻസിലും അതേപോലെ തന്നെ ഒരു ഡാർക്ക് കളർ പെൻസിലും ഉണ്ടായിരുന്നാൽ മതി. വളരെ റഫായിട്ട് ഞാനൊരു കണ്ണിന്റെ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ തന്നെ ഇതേപോലെ തന്നെ വരച്ചു വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എല്ലാ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീരെ ഫാസ്റ്റ് ചെയ്യാതെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ നമ്മളൊരു കണ്ണിന്റെ പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന കടലാസിൽ കൂടുതൽ പ്രസ് ചെയ്യാനും പാടില്ല, വലിയ ഡാർക്ക് കൊടുക്കാനും പാടില്ല. കാരണം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡാർക്ക് കളറിൽ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് ചെയ്ത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല ഡ്രോയിങ് ഷീറ്റിന് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ, ഞാനിവിടെ എഫ് പെൻസിലാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡ് പെൻസിലോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെൻസിലോ ഉപയോഗിച്ചാൽ മതിയാവും. ഒരു കണ്ണ് വരച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു 3D പോലെ, അതായത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഡാർക്ക് വാല്യൂസും ലൈറ്റ് വാല്യൂസുമാണ്. അതായത് വളരെ ഡാർക്കായിട്ട് കൊടുക്കുന്ന ചില ഇടങ്ങളുണ്ട്, അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന ഇടങ്ങളുണ്ട്. അതേപോലെ തന്നെ കണ്ണിന്റെ കൃഷ്ണമണിയിലേക്ക് വരുന്ന വെളിച്ചം, ആ വെളിച്ചവും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണമണിയിലേക്ക് വരേണ്ട വെളിച്ചം എവിടെയാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതിന് ശേഷം അവിടെ വരച്ചു വയ്ക്കുക. ആ ഭാഗങ്ങളിൽ ഷെയ്ഡ് തുടക്കത്തിൽ ചെയ്യേണ്ടതില്ല. ഇവിടെ മുകൾ ഭാഗത്ത് വെളിച്ചം വരുന്ന രീതിയിലാണ് കണ്ണുകൾ വരയ്ക്കുന്നത്. നിങ്ങളും ഇതേപോലെ തന്നെ വരയ്ക്കുക. അടുത്തതായിട്ട് നന്നായിട്ട് ഡാർക്ക് കളർ കിട്ടുന്ന ഒരു പെൻസിൽ ഉപയോഗിക്കുക. നല്ല ബ്ലാക്ക് കിട്ടുന്ന രീതിയിൽ കൂടുതൽ പ്രസ് ചെയ്യാതെ, ബ്ലാക്ക് പെൻസിൽ ഉപയോഗിക്കുമ്പോൾ 8B, 6B, 16B ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പ്രസ് ചെയ്യാതെ തന്നെ ബ്ലാക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃഷ്ണമണിക്ക് മുകളിലായിട്ട് വെളിച്ചം വീഴുന്ന ഒരു ഭാഗം മുൻപേ തന്നെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വരാത്ത രീതിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത്. വൃത്തിയായിട്ട് ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കൊടുക്കുന്നത് നിങ്ങൾ പരിശീലിക്കേണ്ടത് തന്നെയാണ്. ചെറിയൊരു കടലാസിൽ ഷെയ്ഡ് ചെയ്ത് പരിശീലിക്കുക. കാരണം വരകൾ അതിൽ വരാൻ പാടില്ല. ഒരു ഭാഗം കറുപ്പിക്കുമ്പോൾ ആ മുഴുവൻ ഭാഗവും ഒരേ രീതിയിൽ തന്നെ കറുത്തു വരണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അതിന് ഇടയിലായിട്ട് ചെറിയ വരകളും ചെറിയ വൈറ്റ് ഡോട്ടുകളും ഒന്നും വരാൻ പാടില്ല. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡ്രോയിങ് ഷീറ്റ് വെക്കേണ്ടത് വളരെ മിനുസമുള്ള റഫല്ലാത്ത ഒരു പ്രതലത്തിലാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് മേശയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണമണി വരയ്ക്കുമ്പോൾ ചെറിയ ചില വരകളൊക്കെ അതിൽ കാണുന്നുണ്ട്. ഫുള്ളായിട്ട് ബ്ലാക്ക് ആവുന്നില്ല. അതേപോലെ കൃഷ്ണമണി ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർബഡ്സോ അതേപോലെയുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കൃഷ്ണമണിയുടെ റൗണ്ടിൽ തന്നെ ചെറിയ തോതിൽ നമുക്ക് ഷെയ്ഡ് എല്ലായിടങ്ങളിലും എത്തുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ തുടക്കത്തിൽ അത് ചെയ്യുന്നില്ല. ഔട്ട്ലൈൻ ഇതേപോലെ വിസിബിൾ ആവുന്ന രീതിയിൽ ഒന്ന് നല്ല ഡാർക്ക് ചെയ്ത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹാർഡ് പെൻസിലോ അല്ലെങ്കിൽ എഫ് പെൻസിലോ ഉപയോഗിച്ച് വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരകൾ വരാൻ പാടില്ല. വളരെ സ്മൂത്ത് ആയിരിക്കണം. വളരെ സ്മൂത്തായാൽ മാത്രമേ നല്ല ഒരു ബ്രൈറ്റ്നെസ്, ഒരു 3D എഫക്റ്റ് കണ്ണുകൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ തന്നെ ആ കൃഷ്ണമണിക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ലൈറ്റായിട്ട് ഇതേപോലെ തന്നെ പതുക്കെ, തീരെ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. വളരെ ക്ഷമയോടുകൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. വളരെ സ്ലോ ആയിട്ട് ചെയ്യണം. ആയിട്ട് ചെയ്യേണ്ടത് ഷെയ്ഡ് ചെയ്ത ഭാഗം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ ഇയർബഡ്സ് വളരെ ക്ലീൻ ആയിരിക്കണം. കൂടുതൽ ഡാർക്ക് അതിൽ വരാൻ പാടില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ റൗണ്ട് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക. സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും കൃഷ്ണമണി ഒന്നുകൂടെ കറുപ്പിച്ച് കൊടുക്കുക. കാരണം ഏതെങ്കിലും ഒരു സ്പോട്ടിലല്ല നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് ബ്ലാക്ക് കൊടുക്കണം. ഇപ്പം നമ്മൾ കൃഷ്ണമണിക്ക് ചുറ്റുമായിട്ട് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം കൃഷ്ണമണിയുടെ ഡാർക്ക്നെസ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ അത് ഒന്നും കൂടെ ഡാർക്കായിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇപ്പോഴൊന്നത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കൃഷ്ണമണിയുടെ ആ കൊടുത്തിരിക്കുന്ന ഡാർക്ക്നെസ്സിന് ചുറ്റുമായിട്ട് വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ, അത് പെൻസിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ആ ഒരു എഡ്ജ് വളരെ ഷാർപ്പായി നിൽക്കാതെ അടുത്ത ഷെയ്ഡിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ ലൈറ്റായിട്ടൊന്ന്, ബ്രഷ് കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ട് ചെയ്താൽ മതി. വീണ്ടും ഔട്ട്ലൈനിലേക്ക് വരികയാണ്. അവിടെ ഒന്നുകൂടെ ഡാർക്ക്നെസ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഡാർക്ക് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഡാർക്ക് ലൈൻ അല്ല കൊടുക്കുന്നത്. കൃഷ്ണമണി എന്ന് പറയുമ്പോൾ ഒരു സെമി സ്ഫിയറിന്റെ ഒരു രൂപത്തിലാണുള്ളത്. കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതേപോലെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ വരകൾ കൊണ്ടുവേണം ഈ ഔട്ട്ലൈന്
കൂടുതൽ ബ്ലാക്ക് ചെയ്യാൻ. വളരെ ഡാർക്ക് ആയിട്ടുള്ള പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. 8B ഉപയോഗിക്കാം, 16B ഉപയോഗിക്കാം. ഞാൻ വരയ്ക്കുമ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വരയ്ക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കാണാവുന്നതാണ്. കുറച്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക് കറപ്പിക്കാം. ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഡാർക്ക് ആയതുകൊണ്ട് പിന്നീട് ഇറേസ് ചെയ്ത് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി പിന്നീട് കിട്ടുകയില്ല. പിന്നീട് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കൃഷ്ണമണിയുടെ ഔട്ട്ലൈനുള്ള കറുപ്പ് കുറഞ്ഞു പോകും. അതത്ര കാര്യമാക്കേണ്ടതില്ല. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ആ ബ്രഷിന്റെ മൂവ്മെന്റ്സ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇനി ചെയ്യുന്നത് കൃഷ്ണമണിക്ക് ചുറ്റിലുമായി ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ 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 ലൈനുകൾ ഒരു കൃത്യമായ അകലത്തിൽ തന്നെ ചെയ്തു കൊടുക്കണം. കൃഷ്ണമണിക്ക് ചുറ്റിലും റൗണ്ടിലും ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആയിട്ട് ചെയ്യുന്നത് അധികം ഡാർക്ക് അല്ലാത്ത ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട്, ഞാനിവിടെ എഫ് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ ലൈൻസുകൾ, അതായത് കണ്ണിൻ്റെ സർക്കിളിന് അനുസരിക്കുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഇടുന്നത്, വളരെ ചെറിയൊരു ആർച്ച് പോലെ ഒരു ലൈൻസ് ആണ് കണ്ണിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇത് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ വളരെ ലൈറ്റ് ആയിരിക്കണം, അധികം ഡാർക്ക് കൊടുക്കേണ്ടതില്ല. ഇനി ഉപയോഗിക്കുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള പെൻസിലാണ്. ഔട്ട്ലൈന് ഒന്നുകൂടെ നല്ല രീതിയിൽ കറുപ്പ് നിറം കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോഴാണ് കൃഷ്ണമണി ഒരു 3D എഫക്റ്റിലേക്ക് വരുന്നത്. നന്നായിട്ട് തന്നെ കറുപ്പിച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇട്ട ആ ലൈൻസ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ കറുപ്പിക്കുകയാണ്. ചിലയിടങ്ങളിൽ കറുപ്പിച്ചതിന് ശേഷം ചിലയിടങ്ങളിൽ നമ്മൾ കൃഷ്ണമണിയിലേക്ക് തൊടുന്ന രീതിയിലുള്ള ചെറിയൊരു ലൈൻസ് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കേണ്ടതില്ല. മണ്ണിലേക്ക് വീഴുന്ന വെളിച്ചത്തിന്റെ ഭാഗം അതൊന്നും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ കൊടുക്കണം. അത് പുരികത്തിന്റെ നേരിൽ കൂടെ ഇവിടെ വരച്ച് ചേർക്കാം. വരച്ച് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് ഇടത്തോട്ട് ചെരിഞ്ഞാണ് വരുന്നത്, വലത്ത് സൈഡിൽ വരുന്നത് ചെറിയ രീതിയിൽ വലത്തോട്ട് ചെരിഞ്ഞിട്ടാണ്. വേണമെങ്കിൽ ഇതിപ്പോൾ വരച്ച് ചേർക്കണമെന്നില്ല. കാരണം പുരികങ്ങൾ വരച്ചതിന് ശേഷം അതിന് കറക്റ്റായിട്ട് തൊട്ട താഴെയായിട്ട് ഷെയ്ഡ് അതിലേക്ക് വീഴുന്ന രീതിയിലും വരയ്ക്കാം. കണ്ണിൻ്റെ ഔട്ട്ലൈൻ ഒന്നുകൂടെ ചെറിയതായ രീതിയിൽ കറുപ്പിക്കുകയാണ്. കൂടുതൽ ഭംഗിയാർന്ന് വരികയാണ്. നമ്മുടെ ഐസിൻ്റെ തിളക്കവും ആ ഒരു 3D പ്രൊജക്റ്റും ഒന്നുകൂടെ നന്നായിട്ട് വരുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം. ഇതേപോലെ ചെറിയൊരു ചതുരം വരച്ചതിന് ശേഷം അതിനെ 2 പാർട്ടാക്കി മാറ്റുക. 2 പാർട്ടിനും ഒരേ തിളക്കം തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പാർട്ടിലേക്ക് കൂടുതൽ ബ്ലാക്ക് വരുമ്പോൾ അതിൻ്റെ അടുത്ത പാർട്സിന് കൂടുതൽ കോൺട്രാസ്റ്റ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ണിന് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അടുത്ത കളിയിലെ വൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേ ടെക്നിക്ക് തന്നെയാണ് ഐ വരക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടെക്നിക്
കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ണിന് ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾ കൺപോളകളും പീലികളും നല്ല ഡാർക്ക്നെസ്സോടുകൂടി നമ്മൾ വരച്ചെടുക്കുകയാണ്. അങ്ങനെ വരച്ചെടുക്കുമ്പോൾ കണ്ണിന് കൂടുതൽ തിളക്കവും ഭംഗിയും ലഭിക്കുന്നതായിട്ട് കാണാം. അധികം ഡാർക്ക് അല്ലാതെ ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എഫ് ആണ്. വളരെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ അടിഭാഗത്തുള്ള ഈ കൺപോളയുടെ ഭാഗം എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ ബ്ലാക്ക് അപ്ലൈ ചെയ്യാം. മുൻപ് വളരെ ലൈറ്റായിട്ട് ചെയ്തിരുന്ന ഭാഗത്ത് ഒന്നുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുകയാണ്. കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിക്കണമെന്നില്ല. ലൈറ്റ് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചും ഒന്നിന്റെ മുകളിൽ തന്നെ വീണ്ടും ചെയ്യുമ്പോൾ ആ ഭാഗം കൂടുതൽ ബ്ലാക്ക് ആയിട്ട് മാറും. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഡാർക്കാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. കാരണം അപ്പോൾ മാത്രമാണ് ആ കോൺട്രാസ്റ്റ് റേഷ്യോ വർദ്ധിക്കുകയും 3D എഫക്റ്റ് കിട്ടുകയും ചെയ്യുകയുള്ളൂ. അടുത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് പുരികത്തിന്റെ ഭാഗമാണ്. പുരികത്തിന്റെ ഭാഗം ബ്ലെൻഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം അത് നിൽക്കാൻ. അത് രണ്ടും ഒരേ പ്രതലത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ പാടില്ല. പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ഒന്നുകൂടെ ഡാർക്ക് അപ്ലൈ ചെയ്യാണ്. അതായത് തേർഡ് ലെയറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ചെറിയ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പതിയെ പതിയെ വന്നാൽ മതി. അപ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാവുകയുള്ളൂ. എത്രത്തോളം കറുപ്പിക്കണം, എത്രത്തോളം ഷെയ്ഡ് കൂടുതൽ വരണം, എത്ര ഭാഗങ്ങളിൽ ലൈറ്റ് വരണം, ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെൻസിൽ ഒരിക്കലും നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് പേപ്പറിലേക്ക് വളരെ പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യരുത്. കാരണം ഒരു ലെയർ അപ്ലൈ ചെയ്തു, രണ്ടാമത്തെ ലെയർ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്ത് ചെയ്തു, മൂന്നാമത്തെ ലെയർ വരുമ്പോഴേക്കും ചിലപ്പോൾ ആ പേപ്പർ കീറിപ്പോകാനോ അല്ലെങ്കിൽ ഡാമേജ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രസ് ചെയ്യാതെ എത്ര ഡാർക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നാലും വളരെ പ്രസ് ചെയ്യാതെ വളരെ ലൈറ്റ് ആയിട്ട് ചിലപ്പോൾ 1-2 ലെയർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാർക്ക്നെസ് കിട്ടും. പല കമ്പനികളുടെ പെൻസിലുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ചില കമ്പനികളുടെ പെൻസിലുകൾ എന്ന് വെച്ചാൽ ബ്ലാക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന പേപ്പർ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പേപ്പർ ആണെങ്കിൽ 2-3 ലെയറുകളൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ആ പേപ്പർ ഡാമേജ് വരുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത് പുരികമാണ്. വളരെയധികം പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണിത്. നമ്മളിപ്പോൾ പുരികം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് താഴത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ മാത്രമാണ് പെൻസിലിന് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രഷർ കൊടുത്തതിന് ശേഷം പിന്നെ തീരെ പ്രഷർ കൊടുക്കാതെ പെൻസിൽ മുകളിലേക്ക് അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല ഷാർപ്നെസ് ഉള്ള പെൻസിലാകുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ കണ്ണിലേക്ക് പുരികം വരക്കുന്നതിന് മുമ്പായിട്ട് റഫായിട്ട് ഒരു പേപ്പറിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. താഴെ പുരികം വരക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം ചെയ്യുക. എല്ലാ പുരികങ്ങളും ഡബിൾ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വരച്ചു ചേർക്കാവുന്നതാണ്.
വരച്ചു കഴിഞ്ഞ ചിത്രം ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഒരു റീടച്ച് വേണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ ഡാർക്ക് കൂടി വരേണ്ടതുണ്ടാവും. ആ സ്ഥലങ്ങളിൽ ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമായി ഒരു കണ്ണ് വരച്ചു, അതിന് പല പോരായ്മകളും കണ്ടേക്കാം. ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അതേ കണ്ണുകൾ തന്നെ വീണ്ടും വീണ്ടും വരച്ചു നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റിയതെന്ന് മനസ്സിലാക്കാനും നല്ല രീതിയിൽ തന്നെ വളരെ പെർഫെക്ഷനോട് കൂടി തന്നെ വരച്ചെടുക്കാനും സാധിക്കും. മറ്റൊരു രീതിയിലുള്ള ഐ നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇവിടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന വെളിച്ചം ഇടതുഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ്. അത് നമുക്ക് വരച്ചെടുത്ത് എങ്ങനെയാണ് റിയൽ ഐ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇവിടെ വളരെ ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ലൈറ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുൻപ് സെയിം ബ്രഷ് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡാർക്ക് പാർട്സ് അല്ലെങ്കിൽ കാർബൺ പാർട്സ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബ്ലെൻഡിന് കൂടുതൽ ഡാർക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക.
നമുക്കറിയാം ഡാർക്ക് വാല്യൂസ് വന്നാൽ മാത്രമാണ് ഈ കണ്ണിന്റെ റെറ്റിന നമുക്ക് വളരെ പ്രൊജക്റ്റ് ചെയ്ത് 3D എഫക്റ്റിലേക്ക് മാറ്റാൻ കഴിയുന്നത്. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് കൂടുതൽ ഡാർക്കാണ് അപ്ലൈ ചെയ്തത്. അതിനുശേഷമാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡാർക്ക് വാല്യൂ അപ്ലൈ ചെയ്യാൻ കഴിയും. തുടക്കത്തിൽ ബ്ലെൻഡ് ചെയ്യുന്നത് ബ്രഷ് ഉപയോഗിക്കാതെ വേണം. കഴിയുന്നതും പെൻസിൽ ഉപയോഗിച്ച് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പെൻസിലിൽ നിന്ന് തുടങ്ങി ലൈറ്റിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ ഒരു ഡാർക്ക് വാല്യൂ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള ലൈറ്റ് ഭാഗവുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മുഖത്ത് വരുന്ന ചുളിവുകൾ, അതേപോലെ കൺപോളകളിൽ വന്ന ചുളിവുകൾ, അതൊക്കെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന വര ജസ്റ്റ് ഒരു വര പോലെയാണ് നമ്മൾ ചുളിവുകൾ വരച്ചെടുക്കുന്നത്. മുമ്പൊക്കെ മാറ്റി നല്ല രീതിയിൽ വരയ്ക്കണമെങ്കിൽ ഇതുപോലെയുള്ള ബ്ലെൻഡിങ് പരിശീലിക്കണം. വേറൊരു ടൈപ്പുള്ള കണ്ണുകൾ കൂടെ വരയ്ക്കാൻ പോവുകയാണ്. ഈ 3 കണ്ണുകൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ണുകൾ വരയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്.
എല്ലാവരും ഇന്ന് തന്നെ ഈ മെത്തേഡ് പരിശീലിക്കുക. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് വരക്കാൻ കഴിയും. ഒരു കണ്ണ് റിയാലിറ്റിയിൽ വരക്കുന്നതിനുള്ള ബേസിക് പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മറ്റു വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.